കർക്കടക മാസം കഴിഞ്ഞ് ചിങ്ങം എത്തി. കർക്കടക മാസം ഒരു ദുർഘടം എന്നൊക്കെ പറഞ്ഞാലും പുനരുജ്ജീവനത്തിൻ്റെ മാസം കൂടിയാണ് കർക്കടകം. ഞങ്ങളുടെ വീടിൻ്റെ ആ ഏരിയയിൽ കർക്കടകം തുടങ്ങുമ്പോൾ തന്നെ എല്ലാവരും മൈലാഞ്ചി ഇടും. എവിടെ ഇട്ടായിരുന്നേ? അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ ചേർക്കുട്ടിക്ക് മൈലാഞ്ചി ഇടാൻ പോവാണ്. എനിക്കെന്തായാലും മൈലാഞ്ചി അരയ്ക്കേണ്ട ഒരു ആവശ്യവും വന്നിട്ടില്ല. കാരണം എല്ലാ പ്രാവശ്യവും ശീമാട്ടേച്ചി തന്നെയാണ് മൈലാഞ്ചി അരച്ച് കൊണ്ടുവരലും എനിക്ക് ഇട്ട് തരലും ഒക്കെ ആവാറ്. ചിലപ്പോൾ എൻ്റെ അമ്മച്ചി ഇട്ട് തന്നിട്ടുണ്ട് കരഞ്ഞ് വായിച്ചൊക്കെ പിടിക്കുമ്പോൾ. എന്നല്ലാതെ മൈലാഞ്ചി ഒരിക്കലും എനിക്ക് അരയ്ക്കേണ്ടിയൊന്നും വന്നിട്ടില്ല. കാരണം ശീമാട്ടേച്ചിയാണ് അതിലത്തെ മെയിൻ താരം. ഇപ്പോൾ ഞങ്ങളൊക്കെ വലുതായി. ശീമാട്ടേച്ചി പഴയ പോലെ തന്നെ ഫസ്റ്റ് അടിച്ച് മൈലാഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു. ശീമാട്ടേച്ചിയുടെ മോള് മൈലാഞ്ചി ഇട്ട് വന്നപ്പോഴാണ് എൻ്റെ സേർക്കുട്ടിക്ക് മൈലാഞ്ചി ഇടണമെന്നുള്ള ത്വര വന്നത്. എന്തായാലും ഇപ്രാവശ്യം തപസ്യ തന്നെ മൈലാഞ്ചിയൊക്കെ കൊണ്ടുവന്ന് ഞാനാണ് ഇട്ട് കൊടുത്തത്. എന്തായാലും എനിക്കൊരു ഫസ്റ്റ് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലം ഞാൻ മൈലാഞ്ചി ഇടാൻ പോയപ്പോൾ എൻ്റെ അമ്മച്ചി പറഞ്ഞു എന്തായാലും ഒരു വയസ്സും കൂടി കഴിയട്ടെ എന്നിട്ട് നമുക്ക് ഇടാമെന്ന്. എന്തായാലും അവൾക്ക് 3 വയസ്സാവാറായപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കണം. ഫസ്റ്റ് ടൈം ഇടല്ലേ, എനിക്ക് തന്നെ ഇടണമെന്ന് വല്ലാത്തൊരാഗ്രഹം. എന്തായാലും അരച്ചു കൊണ്ടുവന്ന മൈലാഞ്ചി ഞാൻ നൈസായിട്ട് ഇട്ട് കൊടുത്തു. സേർക്കുട്ടി കുറച്ചധികം നേരം ഇരുന്ന് വിലസം എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇട്ട് 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഞങ്ങൾക്ക് കഴുകി ചുവപ്പ് കളർ വരണം എന്നുള്ള ഇൻട്രസ്റ്റ് വന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾക്ക് ഇട്ട് കൊടുത്തപ്പോൾ എൻ്റെ കൈ നല്ലോണം ചോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ആ ഒരു സെറ്റപ്പിലേക്ക് വരണം എന്നായിരുന്നു അവളുടെ ആഗ്രഹം. എന്തായാലും ഞങ്ങളുടെ ചെറുപ്പകാലത്തുണ്ടായിരുന്നത് ഏറ്റവും കൂടുതൽ ആ ഏരിയയിൽ ആരുടെ കൈയാണ് ചോന്നതെന്നാണ് അവിടെയുള്ള എല്ലാവരും മെയിനായിട്ട് വീക്ഷിക്കുക. മെയിനായിട്ട് ശാന്തിച്ചും രമണേശിയും അവരുടെ കൈയായിരിക്കും ഏറ്റവും കൂടുതൽ ചോക്കാന്നുള്ളതിൽ. അതിൽ ഏറ്റവും ബെസ്റ്റ് ശാന്തിച്ച് തന്നെയായിരുന്നു. സേർക്കുട്ടിക്ക് വേണ്ടി മൈലാഞ്ചി കൊണ്ട തപസ്യക്കുട്ടിയുടെ കയ്യിൽ മൈലാഞ്ചി തലേദിവസം ഇട്ടതാണ്. പക്ഷെ അത്ര ചോന്നില്ല എന്ന് പറഞ്ഞ് ഒന്നും കൂടി ഇട്ടേക്കാണ് അവൾ. അവളെന്തെങ്കിലും മൈലാഞ്ചി കളഞ്ഞിട്ടില്ല. പക്ഷെ സേർക്കുട്ടി കളഞ്ഞു. ഒരു ഓറഞ്ച് കളറായിട്ടുണ്ട്. എനിക്കും പിന്നെ അത്ര മതിയായിരുന്നു. കാരണം കുറച്ചധികം നേരം ഇവളെ വീക്ഷിച്ചിരിക്കുക എന്ന് പറയുന്നത് ഒരു ഹിമാലയൻ ടാസ്ക് ആയിരുന്നു. കാരണം ചുമരുമെന്നാവാണ്ട് നോക്കേണ്ടത് എൻ്റെ കർത്തവ്യമാണല്ലോ. സേർക്കുട്ടിയുടെ ഫസ്റ്റ് മൈലാഞ്ചി ഇടൽ ചടങ്ങ് എന്തായാലും അടിപൊളി. കൂടാതെ കുറേയേറെ ഓർമ്മകളും.